ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ജിമ്മ് കഴിഞ്ഞു വന്ന വഴിക്ക് ഉമ്മ പറഞ്ഞ് ഒരു ഗുണ്ട് വാങ്ങണം, അതായത് ഗുണ്ട് കഴിക്കണം ഒരാഗ്രഹം വന്നു. എനിക്ക് പിന്നെ വരണ വഴി കടയിൽ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചു. എനിക്കും ഗുണ്ട് ഇഷ്ടമാണ്. സോ അങ്ങനെ ഞാൻ ഉമ്മച്ചി വണ്ടിയായിരുന്നു, ഉമ്മച്ചിക്ക് ഇറങ്ങി പോയി വാങ്ങാൻ വയ്യാത്തോണ്ട് എന്നെ വിട്ടാണ് വാങ്ങിപ്പിച്ചത്. വാങ്ങാൻ പോകുന്നുണ്ട് തെറ്റല്ലല്ലോ എന്നുള്ള ഒരു സ്വാഭാവിക മൈൻഡിലാണ് ഞാൻ വാങ്ങാൻ പോയത്. എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തൊക്കെ അത് ഗുണ്ട് എന്നാണ് ഈ ഒരു സംഭവത്തിനെ പറയണത്. ഇപ്പൊ ഞാൻ നിൽക്കണം മലപ്പുറത്താണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, മലപ്പുറത്ത് ഈ ഒരു സാധനത്തിനെ ഗുണ്ടെന്നല്ലടാ പറയണത്, ഇവിടെ ഇതിനെ കായപ്പോ എന്നാണ് പറയണത്. തിരുവനന്തപുരത്തൊക്കെ ഈ കായ എന്ന് പറയണത് ബനാന അല്ലേ? ആണ്, അതാണ് മറ്റേ ഈ മലക്കറിയിൽ പച്ച കായൊക്കെ ഇട്ട് കൊടുക്കൂലേ, അതാണ് സംഭവം. ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ട്. സംഭവം എന്തിനാണ് കോമഡി എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ച് പൈസ കൊടുത്ത് ബാക്കി പൈസ കൈ തിരിച്ചു തന്ന്. ഞാൻ വരണ വഴിക്ക് ചെറുതായിട്ട് ആ ചേട്ടൻ്റെ അടുത്ത്, കടക്കാരൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് ഈ ഗുണ്ടിന് എത്ര രൂപ ആയെന്ന്. സോ പെട്ടെന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ ഗുണ്ടെന്നാണടാ പറഞ്ഞത്. ആ ചേട്ടൻ എന്റെ മുഖത്തൊക്കെ ചിരിച്ച് ചോദിക്കണ് ഗുണ്ട എന്ന്. 2 ലക്ഷം അടുത്ത് ചോദിച്ച്. അങ്ങനെ ചോദിച്ചു ഞാൻ തലാട്ടിക്കൊണ്ടിരിക്കണം ആ ചേട്ടൻ ഗുണ്ടെന്ന്. പിന്നെയാണ് ഈ കാര്യം പെട്ടെന്ന് സ്ട്രൈക്ക് ആയത്, ഇവിടെ ഇതിനെ ഗുണ്ടെന്നല്ല വേറെ എന്താണെന്നാണ് പറയണേന്ന്. അങ്ങനെ ആ ചേട്ടൻ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഒന്നുമില്ല ചേട്ടാ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സ്ഥലം അവിടെ നിന്ന് കാലിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്ന് ഉമ്മാരുടെ കാര്യം പറഞ്ഞപ്പോഴും ഉമ്മ ഭയങ്കര ചിരിയായിരുന്നു. ഇത് കേട്ട എല്ലാണോ ഭയങ്കര ശരിയായിരുന്നു. ഇങ്ങനെയാണ് ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടണത്. ഇനി അങ്ങോട്ട് നോക്കിയും കണ്ട് ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതി. അത് അപ്പൊ ഞാൻ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ നിൽക്കില്ലല്ലോ അല്ലേ? ആണ്, ഇനി ചാടൂല ഉറപ്പ് എന്നൊക്കെ പറയാം. ലാസ്റ്റ് ചാടാതെ ഇല്ല. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ബൈ.